ഇന്ന് നമുക്കേ നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മെയിനായിട്ട് വരുന്ന ചേട്ടൻ്റെ കയ്യിൽ ഇന്ന് മത്തിയായിരുന്നേ. അപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണേ. ഉച്ച സമയത്ത് കിട്ടിയതുകൊണ്ട് അത് അപ്പം തന്നെ വെട്ടി വറുത്തേക്കാമെന്ന് വിചാരിച്ചേ. അമ്മ അപ്പം തന്നെ മീനെല്ലാം ക്ലീൻ ചെയ്ത് വറക്കാനുള്ള രീതിയിലാക്കി തന്നു കേട്ടോ. ഇനി അതിലേക്ക് ഇത് ആദ്യം ഒഴിച്ചതില്ലേ, അത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടെ അരച്ച ഒരു പേസ്റ്റാണ് കേട്ടോ. ഞാൻ അരച്ചത് കൊണ്ട് അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നത്. അത് ശരിക്കും ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി കുഴച്ച് വെക്കും കേട്ടോ. എന്താ പറയുക, അതിങ്ങനെ അരപ്പ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. എന്നാലേ വറുക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. ഒരു കുറച്ച് നേരം ഇതിങ്ങനെ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മളെടുത്ത് വറക്കുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മത്തി വറുത്തത്. ഇതുണ്ടാക്കി പിന്നെ വേറെ ഒരു കറി ഇല്ലാതെ ചോറുണ്ടാവും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടായിരുന്ന ദിവസവും കൂടെ ആയിരുന്നു. അപ്പോൾ ഉച്ച സമയത്ത് തന്നെ മത്തി വറുത്തതും ഉണ്ടാക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാൻ തോന്നി കേട്ടോ. ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയില്ലാതെ ഇത് മാത്രം കൂട്ടി ഞാൻ ചോറ് കഴിക്കും കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷും കൂടെയാണ് കേട്ടോ ഇത്. ഇതിങ്ങനെ മത്തി ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ടേ ആ ഒരു സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ. താങ്ക് യു.